നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ പത്രികയിൽ സൂക്ഷ്മപരിശോധന തുടരുകയാണ്. പറവൂരിൽ UDF സ്ഥാനാർത്ഥിയായ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പത്രിക മാറ്റിവെച്ചിരിക്കുകയാണ്. സത്യവാങ്മൂലത്തിനെതിരെ പരാതി ഉയർന്നതോടെയാണ് പത്രിക വിശദ പരിശോധനയ്ക്കായി മാറ്റിവെച്ചത്. ഗുരുവായൂരിൽ വർഗീയ പരാമർശം നടത്തി വിവാദത്തിലായ B ഗോപാലകൃഷ്ണന്റെ പത്രിക സ്വീകരിച്ചു. ബേപ്പൂരിലെ UDF സ്ഥാനാർത്ഥി PV അൻവറിനെതിരെ LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. കുന്നംകുളത്തെ LDF സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ പത്രിക സ്വീകരിച്ചു. വിവരങ്ങളുമായി വിപിൻ C വിജയൻ കൊച്ചിയിൽ നിന്നുണ്ട്. ഒപ്പം തന്നെ അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരനുണ്ട്. ആദ്യം നമുക്ക് വിപിൻ സിയിലേക്ക് പോകാം. വിപിൻ സി, പ്രതിപക്ഷ നേതാവിന്റെ പത്രിക സ്വീകരിക്കാത്തതിന്റെ ഒരു കാരണം എന്താണ് അതിൽ ചൂണ്ടിക്കാണുന്നത്? അമൽ, പറവൂരിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നാമനിർദ്ദേശ പത്രിക പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത് അല്പസമയത്തിനകം 3 മണിയോടുകൂടി വീണ്ടും അത് വിശദ പരിശോധനയ്ക്ക് എടുക്കും എന്നുള്ളതാണ് വരണാധികാരി അറിയിച്ചിട്ടുള്ളത്. രണ്ട് കൂട്ടരോടും, അതായത് എന്താണ് പരാതി എന്നുള്ളതും എന്താണ് അതിനുള്ള മറുപടി എന്നുള്ളതും എഴുതി നൽകണം എന്നുള്ളതാണ് വരണാധികാരി അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ എഴുതി നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. 4 പരാതികളാണ് പ്രധാനമായും VD സതീശനെതിരെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ET ടൈസൺ മാസ്റ്റർ നൽകിയിരിക്കുന്നത്. അതിൽ ഒന്ന്, ഈ ഒരു വരുമാനത്തിന്റെ സ്രോതസ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. MLA എന്നുള്ള നിലയ്ക്ക് ഉൾപ്പെടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ സ്രോതസ് വ്യക്തമായി കാണിച്ചിട്ടില്ല. മറ്റൊന്നുള്ളത്, കയ്യിലുള്ള സ്വർണത്തിന്റെ വാല്യൂ അത് കുറച്ച് കാണിച്ചിരിക്കുന്നു. 46 ലക്ഷം രൂപയുടെ സ്വർണ്ണമുണ്ടെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഈ പരാതി പ്രകാരം VD സതീശന്റെ ഭാര്യയുടെ പേരിൽ തന്നെ 147 പവന്റെ സ്വർണ്ണമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് 1 കോടിക്ക് മുകളിൽ ഇന്നത്തെ വിലയ്ക്ക് പോകുന്നതാണ്. പക്ഷേ അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂ, അതിൻ്റെ മൂല്യം താഴ്ത്തി കാണിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു പരാതിയായി പറയുന്നു. മറ്റൊന്നുള്ളത്, ഔദ്യോഗിക വാഹനത്തിൽ 2 പിഴ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇന്ന് രാവിലെ വരെ ആ പിഴ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സർക്കാരുമായി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംസ്ഥാനവുമായി ഈ ഒരു ബാധ്യത പാടില്ല എന്നുണ്ട്. മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ തെറ്റിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം അഡ്വക്കേറ്റ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരുമാനം കൂടി ലഭിക്കേണ്ടതുണ്ട്. അതേക്കുറിച്ചും ഈ ഫോമിൽ എവിടെയും പറയുന്നില്ല. ഇങ്ങനെ 4 കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പത്രിക തള്ളണം എന്നുള്ള ആവശ്യം ഇപ്പോൾ LDF മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ പരാതികൾക്ക് മറുപടി നൽകിയിട്ടുണ്ട്. ഇന്ന് 3 മണിയോടുകൂടി വരണാധികാരി അത് വിശദമായി പരിശോധിക്കുകയും അതിലൊരു തീരുമാനം എടുക്കുകയും ചെയ്യും എന്നുള്ളത് അറിയുന്നു. മറ്റൊന്നുള്ളത്, ഈ പറഞ്ഞതുപോലെ തന്നെ ഗുരുവായൂരിലെ വർഗീയ പരാമർശത്തിന്റെ പേരിൽ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണന്റെ പത്രിക തള്ളണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിൽ പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും അതിൽ ശിക്ഷ വിധിച്ചിട്ടില്ല. അങ്ങനെ കേസെടുത്തതിന്റെ പേരിൽ മാത്രം പത്രിക തള്ളേണ്ടതില്ല, ശിക്ഷ വിധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് പത്രിക സ്വീകരിക്കാം എന്നുള്ള നിലപാട് വരണാധികാരി എടുക്കുകയും അദ്ദേഹത്തിന് മത്സരിക്കാം എന്നുള്ളതും ആയിട്ടുണ്ട്. കുട്ടനാട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ UDF സ്ഥാനാർത്ഥി റെജി ചെറിയാന്റെ നാമനിർദ്ദേശ പത്രികയിലും ഇത്തരത്തിലൊരു പരാതി ഉയർന്നിട്ടുണ്ട്. അതിൽ ഫോം പൂരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് നാളെ പരിശോധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം പത്രിക നീട്ടിവെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ PV അൻവറിനെതിരെയും LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളുമായിട്ട് നമുക്കിപ്പം അജി കുഞ്ഞുമോൻ കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അജി, അൻവറിനെതിരെ എന്ത് തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് അല്ലെങ്കിൽ പരാതികളാണ് LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്? അവൻ ഇന്ന് രാവിലെ ഈ പത്രിക സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് അൻവറിനെതിരെ LDF ഒരു പരാതി നൽകിയത്. ആ പരാതിയിൽ പ്രധാനമായും പറയുന്നത്, അൻവർ സത്യവാങ്മൂലത്തിൽ കാണിച്ചിട്ടുള്ളത് 12 കേസുകൾ എന്നുള്ളതാണ് സത്യവാങ്മൂലത്തിൽ കാണിച്ചിരുന്നത്. എന്നാൽ അതല്ല, മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസ്, അതായത് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് അൻവറിനെതിരെ ഉണ്ട്. ആ കേസിന്റെ വിശദാംശങ്ങൾ സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന FIR-ന്റെ കോപ്പി സഹിതമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് LDF പരാതി നൽകിയത്. 11 കേസുകളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്ത ഫോൺ ചോർത്തൽ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും തന്നെയും സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് പ്രധാനമായും ഉയർത്തിയ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാതി സ്വീകരിക്കുകയും ഒപ്പം തന്നെ പത്രിക തള്ളണമെന്ന LDF-ന്റെ ആവശ്യം ഭരണാധികാരി പൂർണ്ണമായും തള്ളുകയാണ് ഉണ്ടായത്. അമൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.